ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ പുതിയ മന്ത്രിസഭ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത് ഒരു തൊഴിലിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന അനേകം യുവതി യുവാക്കൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC ലിസ്റ്റുകളുടെ എല്ലാം കാലാവധി 3 മാസം കൂടി, അതായത് 2026 നവംബർ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള തീരുമാനം. ഇവിടെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഭ്യസ്തവിദ്യരായിട്ടുള്ള ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പട്ടികയിൽ പെട്ടിട്ട് പോലും നിയമനം ലഭിക്കാതെ തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഒഴിവുണ്ടായിരുന്നിട്ട് പോലും ആ ഒഴിവുകളിൽ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളെ നിയമിക്കാതെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് പിൻവാതിൽ നിയമനം നടത്തി ഈ പൊതുസമൂഹത്തിലെ പാവപ്പെട്ട യുവതി യുവാക്കളെ വെല്ലുവിളിച്ച ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് യഥാർത്ഥത്തിൽ പിണറായിക്കുണ്ടായ അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റിനുള്ള വൻപിച്ച പരാജയം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. എത്രയോ ആളുകളാണ് കഠിന അധ്വാനം ചെയ്ത് വളരെയേറെ ബുദ്ധിമുട്ടി സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവരൊക്കെ കഷ്ടിച്ച് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ബോധപൂർവം നടത്തുന്ന ഒരു വലിയ ക്രൂരത, വകുപ്പുകളിൽ ഒഴിവുണ്ടായെങ്കിൽ പോലും ആ വകുപ്പ് അധ്യക്ഷന്മാർ സർക്കാരിനെ യഥാസമയം ആ ഒഴിവുകളെ അറിയിക്കുന്നില്ല. അങ്ങനെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവിടെ ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താനാവുകയുള്ളൂ. അപ്പോൾ ബോധപൂർവം ഈ വകുപ്പ് അധ്യക്ഷന്മാർ സർക്കാരിൻ്റെ ഈ മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സ്തുതിപാഠകരായി മാറി ഈ പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിലുണ്ടായിരുന്നത്. എത്രയോ നൂറുകണക്കിന് ആളുകളെയാണ് യാതൊരു യോഗ്യതയുമില്ലാത്തവരായി ഈ പാർട്ടി ഓഫീസിൽ അല്ലെ പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിൽ പിൻവാതിലൂടെ നിയമനം ലഭിച്ച് ഇപ്പോഴും സർവീസിൽ തുടരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് ചേർന്നവർക്ക് പോലും തൊഴിൽ ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദുസ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ ഐക്യജനാധിപത്യയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രകടന പത്രികയിലുമൊക്കെ സൂചിപ്പിച്ചതാണ്. അതെന്തായാലും പ്രാവർത്തികമാക്കുന്നതിൻ്റെ ആദ്യത്തെ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന എല്ലാ റാങ്ക് ലിസ്റ്റ്, അതായത് ഓഗസ്റ്റ് 31 അവസാനിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവസാനിക്കുന്ന എല്ലാ പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് കുറഞ്ഞ പക്ഷം കുറേ ആളുകൾക്കെങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാരിൽ നിന്ന് അടിയന്തരമായി അതാത് വകുപ്പുകളിലുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒഴിവുകളിൽ നിയമനം ലഭിക്കാനായി സാധ്യതയുള്ളൂ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിയതുകൊണ്ട് മാത്രമായില്ല, പക്ഷേ അതൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. യോഗ്യതയുള്ള ആളുകൾക്ക് ഇനിയും വരുന്ന നവംബർ 30 നിലവിലുള്ള ഒഴിവുകളിലും വരാൻ പോകുന്ന ഒഴിവുകളിലും ജോലി ലഭിക്കും റാങ്ക് ലിസ്റ്റിലെ പട്ടികപ്രകാരം എന്നുള്ളത് വളരെയേറെ ആശ്വാസം പകരുന്ന ഒരു സംഗതിയാണ്. റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തിയവർക്ക് പോലും പല പട്ടികയിൽ നിന്നും വർഷങ്ങളായിട്ടും നിയമനം ലഭിക്കാതിരുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ വരെ ഉയർത്തിക്കാട്ടിയതാണ്. അവിടെയൊക്കെ നിസ്സംഗത പാലിച്ചതായിട്ടുള്ള പിണറായി സർക്കാരിന് യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം. അത് മനസ്സിലാക്കി പുതുതായി അധികാരത്തിൽ വന്ന UDF സർക്കാർ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ രണ്ടാം മന്ത്രിസഭയുടെ 2ാം യോഗത്തിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ എടുത്തിരിക്കുന്നതെന്നാണ് വളരെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട്
ഈ വാഗ്ദാനങ്ങൾ കൊടുക്കുക മാത്രമല്ല, വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം കേരളത്തിൽ നടപ്പായിരിക്കുന്നു അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും വളരെയേറെ ആശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ ധാരാളമുള്ള ഈ സംസ്ഥാനത്ത് അല്പമെങ്കിലും ഒരാശ്വാസം ഈ PSCയിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് അനേക കുടുംബങ്ങളുടെ ഒരു സന്തോഷത്തിനും സംതൃപ്തിക്കും ഇടയാക്കും എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. എന്തായാലും പുതിയ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് എന്ന സൂചന ലഭിക്കത്തക്ക രീതിയിലാണ് അടിയന്തരമായി തീരുമാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, രണ്ടാം മന്ത്രിസഭയുടെ രണ്ടാമത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല ഒരു വിഭാഗം ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അവർക്ക് വളരെയേറെ സംതൃപ്തി നൽകുന്നതാണ് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് ഈ തീരുമാനത്തെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് യുവജനങ്ങൾ സർവാത്മന ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഈ മന്ത്രിസഭയുടെ പോക്കിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കാണേണ്ടത്.